ഹായ്, ഇതാ ഒരു മോഡേൺ കവിത. കവിതയുടെ പേര് ടെക്സ്റ്റ്, റിട്ടൺ ബൈ കാരൽ ആൻ ഡഫി. ഫ്രണ്ട്സ്, ഹിയർ ഈസ് എ ബ്രീഫ് ഇൻട്രോ. കാരൽ ആൻ ഡഫി ഈസ് എ റിനൗണ്ട് സ്കോട്ടിഷ് പോയിറ്റ് ആൻഡ് പ്ലേറൈറ്റ്. പ്രശസ്ത സ്കോട്ടിഷ് കവിയും നാടകകൃത്തുമാണ് കാരൽ ആൻ ഡഫി. ഷീ ഈസ് നോൺ ഫോർ ഹെർ ഡിസ്റ്റിങ്ക്റ്റീവ് വോയിസ്. തികച്ചും വ്യത്യസ്തമായ വേറിട്ടൊരു ശബ്ദം, അതിൻ്റെ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഹെർ പോംസ് എക്സ്പ്ലോർ തീംസ് സച്ച് എസ് ലവ്, ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. പ്രണയം, സ്വത്വം, മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ, ഇക്കാര്യങ്ങളാണ് അവരുടെ കവിതകളുടെ ഇതിവൃത്തം. ഷീ സെർവ്ഡ് ആസ് the poet laureate of the United Kingdom from 2009 to 2019, becoming the first woman to hold the position. ഇപ്പറഞ്ഞ ഈ കാലയളവിൽ നമ്മുടെ കാരൽ ആൻ ഡഫി ബ്രിട്ടന്റെ ആസ്ഥാന കവിയായിരുന്നു. അങ്ങനെ ഈ സ്ഥാനം അലങ്കരിക്കുന്ന ആദ്യ വനിതയായി മാറി നമ്മുടെ പ്രിയ കവി. ഇനി ഈ കവിതയുടെ ഒരു സംഗ്രഹം നമുക്ക് നോക്കാം. എന്താ? എ സിനോപ്സിസ്. Text by Carol Ann Duffy is a poem that explores the dynamics of modern communication through text messages. ടെക്സ്റ്റ് സന്ദേശങ്ങളിലൂടെ ആധുനിക ആശയവിനിമയത്തിൻ്റെ ചലനാത്മകത, ഇതാണ് ഈ കവിതയുടെ പ്രമേയം. അറിയാമല്ലോ, ഈ കവിതയുടെ പേര് തന്നെ ടെക്സ്റ്റ് എന്നാണ്. The speaker reflects on the intimacy and distance conveyed in abbreviated messages like see you later and I love you. ഇപ്പറഞ്ഞ സംക്ഷിപ്ത, അതായത് വളരെ ചെറിയ ചുരുക്കെഴുത്ത് സന്ദേശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അടുപ്പവും അതോടൊപ്പം അകലവും നമ്മുടെ സ്പീക്കർ പ്രതിഫലിപ്പിക്കുന്നു. While these texts suggest closeness, they also hint at a longing for deeper connection. ഈ ടെക്സ്റ്റ് മെസ്സേജുകൾ അടുപ്പത്തെ സൂചിപ്പിക്കുമ്പോൾ തന്നെ അവ ആഴത്തിലുള്ള ബന്ധത്തിനായുള്ള തീവ്രമായ ആഗ്രഹത്തെക്കുറിച്ചും സൂചന നൽകുന്നുണ്ട്. ദ ഫ്രാഗ്മെന്റഡ് സ്ട്രക്ചർ ഓഫ് ദ പോം മിറേഴ്സ് ദ ഡിസ്ജോയിന്റഡ് നേച്ചർ ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഈ കവിതയുടെ ഛിന്ന ഭിന്നമായ ഘടന ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ മുറിഞ്ഞുള്ള സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ഇറ്റ്സ് transient and sometimes ambiguous quality. അതിൻ്റെ നൈമിഷികവും ചിലപ്പോഴൊക്കെ അവ്യക്തവുമായ സ്വഭാവവും ഇത് എടുത്തു കാണിക്കുന്നു. Overall, the poem explores the tension between convenience and emotional depth in contemporary modes of interaction. മൊത്തത്തിൽ പറഞ്ഞാൽ സമകാലിക ആശയവിനിമയ രീതികളിലെ സൗകര്യവും വൈകാരിക ആഴവും തമ്മിലുള്ള ഒരുതരം ടെൻഷൻ ആണ് ഈ കവിത പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഈ ടെക്സ്റ്റ് എന്ന കവിതയുടെ ഒരു സംഗ്രഹം, ഒരു ചുരുക്കം. Now take a look at the short answer questions. Question number 1. Here's a quote from the text. I tend the mobile now like an injured bird. Identify the figure of speech. കവിതയ്ക്കകത്തെ ഒരു വരിയാണ്. ഒരു പരിക്കേറ്റ പക്ഷിയെ നോക്കുന്നത് പോലെ ഞാൻ എൻ്റെ മൊബൈലിനെ പരിപാലിക്കുന്നു. ഈ വരിയിൽ പ്രയോഗിച്ചിരിക്കുന്ന അലങ്കാരം എന്താണ്? ഇതാണ് ചോദ്യം. ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലൈൻ ഈസ് എ സിമിലി. ഇറ്റ് കമ്പയർസ് ദി ആക്ട് ഓഫ് കെയറിംഗ് ഫോർ ദ മൊബൈൽ ഫോൺ ടു ടെൻഡിങ് ടു ആൻ ഇൻജുവേർഡ് ബേർഡ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഉപമയാണ്. പക്ഷിയെ നോക്കുന്നത് പോലെ ഞാൻ എൻ്റെ മൊബൈലിനെ നോക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. It suggests a delicate and nurturing attitude towards technology. സാങ്കേതിക വിദ്യയോടുള്ള നമ്മുടെ മൃദുഭാവവും അതിനെ പരിപാലിക്കാനുള്ള ഒരു മനോഭാവവും ആണ് ഇത് കാണിക്കുന്നത്. ഇതാണ് ഉത്തരം. Now, short answer question number 2. Why does the speaker tend the phone like an injured bird? ഒരു മുറിവേറ്റ പക്ഷിയെപ്പോലെ തൻ്റെ മൊബൈൽ ഫോണിനെ കവി പരിപാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ദ സ്പീക്കർ ടെൻസ് ദ ഫോൺ ലൈക്ക് ആൻ ഇൻജുവേർഡ് ബേർഡ് ടു കൺവേ എ സെൻസ് ഓഫ് fragility
ആൻഡ് കെയർ ടുവേർഡ്സ് ദ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. ആ മൊബൈൽ ഫോൺ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സംഗതി ആയതുകൊണ്ട് അതിനോടുള്ള കരുതലാണ് ഇത് കാണിക്കുന്നത്. അതായത് അതിനെ ഒരു മുറിവേറ്റ പക്ഷിയെപ്പോലെ നോക്കുന്നത്. ദിസ് കമ്പാരിസൺ highlights the speaker's emotional attachment to the phone and the tenderness with which he handles it. ഫോണിനോടുള്ള കവിയുടെ മാനസികമായ അടുപ്പവും അതിനോടുള്ള സൗമ്യ സമീപനവുമാണ് ഇത് കാണിക്കുന്നത്. Now, short answer question number 3. What do the letters XX mean in a text message? ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ കാണുന്ന ഈ XX എന്നീ അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതാണ് ചോദ്യം. The letters XX represent kisses, a common symbol of affection or friendship in text messaging. They convey warmth and closeness between the sender and the recipient. ഈ അക്ഷരങ്ങൾ നല്ല ചുടുചുംബനങ്ങളെയാണ് കാണിക്കുന്നത്. ഇത് ടെക്സ്റ്റ് മെസ്സേജുകളിലെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പൊതുവായ ഒരു സിമ്പൽ, ഒരു പ്രതീകമാണ്. ഈ മെസ്സേജ് അയച്ചയാളും സ്വീകരിക്കുന്നയാളും തമ്മിലുള്ള ഊഷ്മളതയും അടുപ്പവുമാണ് ഇത് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, these are the short answer questions and this is the end of this video. See you soon with another video. Until then, bye bye.